ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിലിപ്പോൾ ഒരു കോഴി ഇരിപ്പുണ്ട്. ഒരു ഫുൾ ചിക്കനാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അധികം ഇങ്ങനെ ചിക്കൻ കറികളോ ഒന്നും വയ്ക്കാറില്ല. അപ്പോൾ ഇന്നൊന്ന് ചാൻസ് എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്കറിയാവുന്ന രീതിയിൽ ഒരു ചിക്കൻ കറി വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ഫുൾ ചിക്കൻ എൻ്റെ കയ്യിലുണ്ട്. ഇവിടെയൊക്കെ കണ്ടോ, ഇങ്ങനെ തൊലിയോട് കൂടിയാണ് ചിക്കൻ കിട്ടുന്നത്. അപ്പോൾ നമ്മളെ നാട്ടിൽ സാധാരണ ആരും അങ്ങനെ തൊലി എടുക്കാറില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ തൊലി ഞാൻ ആദ്യം ഉരി മാറ്റാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് ഇതിനെ ചോട്ടാ പീസസ് ആക്കണം. അപ്പോൾ ചിക്കൻ്റെ സ്കിന്നൊക്കെ ഊരി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചിക്കൻ വെട്ടുന്ന ഞാൻ എങ്ങനെയാണ് വെട്ടുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ചിക്കൻ ഇങ്ങനെ എടുത്തിട്ട് ഈ ഭാഗം വെച്ച് കട്ട് ചെയ്യണം. അതായത് ചിക്കൻ്റെ 2 കാലിൻ്റെ കുറച്ച് മുകളിൽ വെച്ച് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ചിക്കൻ ഈ ഒരു ഷേപ്പിൽ കിട്ടും. പിന്നെ അതിനെ വീണ്ടും നടുക്ക് വെച്ചിട്ട് വീണ്ടും കട്ട് ചെയ്യണം. ഇത് സാധാരണ ചെയ്യുന്ന ഈ തന്തൂരി ചിക്കനൊക്കെ ഉണ്ടാക്കും ഇതേപോലെയാണ് ചെയ്യുന്നത്. ഇതുണ്ടോ, അപ്പോൾ നമുക്ക് തന്തൂരിയുടെ കാല് പോലത്തെ ഒരു ഇത് കിട്ടും. പക്ഷെ നമ്മൾ ഇറച്ചിക്കറി ഉണ്ടാക്കുമ്പോൾ ഇത് വീണ്ടും വെട്ടി ചെറിയ പീസസ് ആക്കണം. ഞാൻ വലിയ എക്സ്പേർട്ടൊന്നുമല്ല ഇറച്ചിക്കറി ഉണ്ടാക്കാനായിട്ട്, എന്നാലും ഇത് എൻ്റെ ഒരു ശ്രമം മാത്രമാണ്. അതേപോലെ തന്നെ വീണ്ടും ഈ ഭാഗം വീണ്ടും അതേപോലെ തന്നെ നടുക്ക് വെച്ച് കട്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഈ ഭാഗം എടുക്കാം. ചിലർക്ക് എല്ലാം ഇഷ്ടമാണ്, ഇല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാവുന്ന. നമുക്ക് ചിക്കൻ കറിയിൽ എല്ലിടാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗം എടുക്കാം, ഇല്ലെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. എന്തായാലും ഞാൻ വച്ചേക്കുവാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഫ്ലേവറും കൂടെ കിട്ടും കറി ഉണ്ടാക്കുമ്പോൾ. ഇപ്പൊ കണ്ടോ, ചിക്കൻ ഈ ഒരു ഷേപ്പിലായി. ഇനി ഇത് നടുക്ക് വെച്ച് ഇവിടെ നിന്ന് വെക്കണം. കണ്ടോ, അപ്പൊ നമുക്കൊരു ഫില്ലറ്റ് ഇങ്ങനെ കിട്ടും. ഇങ്ങനെയാണ് ചിക്കൻ ഫില്ലറ്റ് എടുക്കുന്നത്. ഇപ്പൊ കണ്ടോ, നമുക്ക് കറക്റ്റ് ഒരു ബ്രസ്റ്റ് ഫില്ലറ്റ് കിട്ടിയിരിക്കണം. അപ്പൊ ഈ രീതി കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ബ്രസ്റ്റ് ഫില്ലറ്റ് കിട്ടുന്നതാണ്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ചിക്കൻ കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കുക. അത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ചെറുതോ വലുതോ ആയിട്ട് കട്ട് ചെയ്യാം. ഞാൻ അല്പം ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ നേരത്തെ ഇരുന്ന ഫുൾ ചിക്കനെ വെട്ടി ഇപ്പോൾ ഈ സൈസിലാക്കി. അതിൻ്റെ കൊഴുപ്പും പിന്നെ ബാക്കി വേസ്റ്റും സംഭവം എല്ലാം മാറ്റി നല്ല ക്ലീൻ ആക്കി ചെറിയ ചെറിയ പീസാക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കഴുകി വെച്ച ചിക്കനിലോട്ട് കുറച്ച് ഉപ്പ്, ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന സാധാരണ നമ്മുടെ ഉപ്പല്ല, ഹിമാലയൻ പിങ്ക് സോൾട്ട് എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്കൊന്ന് വാങ്ങിയായിരുന്നു, പിന്നെ ഇത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഉപ്പാണ് ഇപ്പോൾ കറികളിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ജസ്റ്റ് ആവശ്യത്തിന് മാത്രം. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെച്ചേക്കും. കാരണം ചെറിയൊരു അതിലെ എന്തോ ഒരു മാരിനേഷൻ പോലെ, അത് ജസ്റ്റ് ഒന്ന്, വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല, ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇത് ചെയ്തിട്ട് ചേർത്തിട്ട് ഇങ്ങനെ മാറ്റി ഇങ്ങനെ വെക്കുകയാണ്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഉള്ളി അരിയണം, തക്കാളി അരിയണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ സൈസിലെ 2 സവാളയാണ്. അപ്പോൾ ഉള്ളി അരിയാൻ വേണ്ടി പോവുകയാണ്. ചിലര് ഉള്ളി നീളത്തിലരിയും, പക്ഷെ ഞാൻ അരിയുന്ന ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ടാണ്. അപ്പോൾ ഞാൻ എങ്ങനെ അരിയുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെ ലൈൻസ് ഇടും ആദ്യം. ഇതേപോലെ ഇങ്ങനെ നീളത്തിലെ ലൈൻസ് ഇങ്ങനെ ഒരു ഉള്ളിയുടെ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കും. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് ചെറിയ ചെറിയ പീസസ് ആക്കും. 2 രീതിയിൽ നമുക്ക് അരിയാൻ തോന്നുന്നു. ഞാൻ ഇറച്ചിക്കറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ഉള്ളി അരിയുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഉള്ളി വഴണ്ട് വരുമ്പോൾ നമുക്ക് നീളത്തിൽ ഇങ്ങനെ കാണാൻ പറ്റത്തില്ല, അത് ഗ്രേവി പോലെ തന്നെ ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ അരിഞ്ഞു വന്നപ്പോൾ ഇതേപോലെയാണ് ഞാൻ ഉള്ളി അരിയുന്നത് ഇറച്ചിക്കറിക്ക്. ഇറച്ചിക്കറിക്ക് ചിലർ കൂടുതൽ തക്കാളി ഉപയോഗിക്കും, ചിലർ കുറച്ച് ഉപയോഗിക്കാറുള്ളൂ. അപ്പം ഞാൻ എന്തായാലും ഒരു അത്യാവശ്യം വലിയ തക്കാളിയുടെ ഒരു ഹാഫേ എടുക്കുന്നുള്ളൂ. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ മധുരമാകാം, ചിലപ്പോൾ കൂടുതൽ പുളിയായി പോവാം. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാനൊരു തക്കാളിയുടെ ഹാഫ് എടുക്കുന്നത്, അതായത് ഒരു വലിയ തക്കാളിയുടെ ഹാഫ്. ഇതാവുമ്പോൾ തക്കാളിയുടെ അധികം ഫ്ലേവറും വരത്തില്ല, ചിക്കൻ്റെ ടേസ്റ്റ് എടുത്ത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഉള്ളിയും തക്കാളിയും അരിഞ്ഞൊരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഇഞ്ചി റെഡിയാക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും, നമുക്കറിയാമല്ലോ ഇഞ്ചിയും വെളുത്തുള്ളി ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന്, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനും പിന്നെ ഒരു ഫ്ലേവറിനും പിന്നെ വയറിനും നല്ലതാണ്. ഞാൻ ആദ്യമായിട്ട് പോർക്ക് കറി വെച്ചപ്പോൾ ഞാൻ അതിനകത്ത് ഇഞ്ചി ചേർക്കാൻ മറന്നുപോയി. എൻ്റെ അടപ്പളയിപ്പോയി അന്ന്. കാരണം ഭയങ്കര ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ വന്ന് 2-3 ദിവസം ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ ഇഞ്ചി ചിലര് അവർക്ക് ഓരോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ
പീസാക്കി ഇടാറുണ്ട്, ചെറിയ ചെറിയ പീസാക്കി ഇടാറുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കും. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിനകത്തിട്ട് ചതയ്ക്കും. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി എടുക്കുക. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ കിടന്നെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല, നമുക്ക് വയറിന് നല്ലതേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ വറ്റൽമുളക്, കുറച്ച് വറ്റൽമുളകും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇടും. ഒരുപാട് ഇടരുത്, കാരണം ചിലപ്പോൾ എരിവ് കൂടിപ്പോകും. വറ്റൽമുളക് ഇടുന്നതുകൊണ്ട് തന്നെ മറ്റേ പച്ചമുളക് ഞാൻ ഉപയോഗിക്കാറില്ല. ഇത് ഞാൻ ഉണ്ടാക്കിയപ്പോഴൊക്കെ, അതായത് ഞാൻ അധികം ഉണ്ടാക്കാറില്ല, മുന്നേ പറഞ്ഞ പോലെ 2-3 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്തപ്പം നല്ല ഫ്ലേവർ കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ കറിയിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഡയറക്റ്റ് ഇടുന്നതിനേക്കാളും ഇങ്ങനെ ചതച്ചിടുമ്പോൾ ഇതിന്ന് തന്നെ ഒരു ഇത് വരുമല്ലോ, അതിൻ്റെ ചാറൊക്കെ ഇങ്ങനെ വന്നിട്ട് നമുക്ക് ആദ്യം തന്നെ എണ്ണയിലിടുമ്പോൾ തന്നെ അതിൻ്റെ ഫ്ലേവർ കിട്ടും. അപ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ്, എന്നിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി വറ്റൽമുളക് ഇതിങ്ങനെ ഇതിലിട്ട് അപ്പോൾ ചതച്ച് ഇതൊരു വേറെ ടൈപ്പിലുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ വറ്റൽമുളകും കൂടി ഇടുന്നു, കറിക്കകത്ത് പച്ചമുളക് ഇടുന്നില്ല. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. സോറി, ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഈ ജീരകം നമ്മുടെ നോർമൽ ജീരകം കുറച്ച് ഇതിനകത്ത് ഇടുക, അധികം ഇടരുത്. അപ്പോൾ കുറച്ചുകൂടി ഫ്ലേവർ കിട്ടും നമുക്ക്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി വറ്റൽമുളക് ആവശ്യത്തിന്, പിന്നെ കുറച്ച് ജീരകം. സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജീരകമൊക്കെ ഇടുന്നത് എണ്ണയിലാണ് ഇട്ട് കൊടുക്കുന്നത്, പക്ഷെ ഞാൻ വെറൈറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട്. ജീരകം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും വറ്റൽമുളകിൻ്റെ കൂട്ടത്തിൽ ജീരകവും കൂടി ഇട്ട് ചതയ്ക്കും. അപ്പം നമുക്ക് നല്ലൊരു മണം കിട്ടും. അപ്പോൾ ഇത് ചതച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. നമ്മളപ്പോൾ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. പാന് ചൂടായതിനു ശേഷം, ഇവിടെ ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് ഓയിൽ ഇങ്ങനെയാണ് കിട്ടുന്നത്. നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇങ്ങനെ, ഞാൻ കുറച്ച് കൂടുതലിടും, കാരണം എനിക്ക് കറിയിൽ ഒരുപാടല്ല, എന്നാലും അത്യാവശ്യം എണ്ണയുള്ളതാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് എപ്പോഴും ഉള്ളൊരു ഡൗട്ടാണ് ചിക്കൻ കറിക്കകത്ത് കടുക് ഉപയോഗിക്കുകയോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിന്. അപ്പോൾ ചിക്കൻ കറിയിലെ കടുകിൻ്റെ റോള് കഴിഞ്ഞിരിക്കുകയാണ്. ഈ കടുക് പൊട്ടുന്നത് നമുക്കിങ്ങനെ കുറച്ച് നേരം നോക്കി നിൽക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി വറ്റൽമുളക് ജീരകം ഇതെല്ലാം കൂടി പേസ്റ്റാക്കിയ ആ മിക്സ് ഇതിലോട്ട് ഈ എണ്ണയിലോട്ട് ഇട്ടേക്കുവാണ്. അപ്പോൾ നമുക്ക് കുറച്ച് തീ കുറച്ച് വയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ.
ഇപ്പം തന്നെ നമുക്ക് നല്ലൊരു മണം കിട്ടും ഇതിന്. ഈ ടൈമിൽ നമ്മൾ ഇതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തീ കുറച്ച് വെച്ചതിന് ശേഷം ഇനി ഉള്ളി വഴണ്ട് വരണം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത ആ ഒരു മിക്സ് ഈ ഉള്ളിയായിട്ട് ചേർന്ന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാക്കും. അപ്പോൾ ഉള്ളി പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കും. ഓൾറെഡി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണക്കാക്കി വേണം ഉള്ളിയിൽ ഉപ്പ് ആഡ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഉപ്പ് ചിലപ്പോൾ കൂടിപ്പോകും. പിന്നെയും നമുക്ക് തക്കാളി കൂട്ടിയിടേണ്ടി വരും ഉപ്പ് ബാലൻസ് ചെയ്യാനായിട്ട്. അവസാനം കറി കുളമാവും. ഇനി കുറച്ച് നേരം നമ്മൾ ഉള്ളി ഒന്ന് വഴണ്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഉള്ളി വഴണ്ടൊരു പരുവമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഇത് തുടക്കക്കാർക്ക്, അതായത് ഇപ്പോൾ സ്റ്റുഡൻ്റായിട്ടൊക്കെ നിൽക്കുന്നവർക്ക് ട്രൈ ചെയ്യാവുന്ന കാര്യമാണ്. സംഭവം വളരെ ഈസിയാണ്. പിന്നെ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടൈമും പോകും. അപ്പം നമുക്ക് തക്കാളി വഴണ്ട് വരുന്നവരെ ഒന്ന് കാത്തിരിക്കാം. ഇപ്പോൾ ഉള്ളിയും തക്കാളി എല്ലാം കൂടി വഴണ്ട ഒരു പരുവമായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ദേശീയ പൊടിയായ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. എരിവ് കാരണം ഓൾറെഡി നമ്മൾ വറ്റൽമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല, കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കണം. മുളക് പൊടിക്ക് മുന്നേ ഉപയോഗിക്കേണ്ട, അതായത് ഇട്ട് കൊടുക്കേണ്ട ഒരു സാധനമായിരുന്നു മഞ്ഞൾപ്പൊടി. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു ഇപ്പോൾ ഇട്ടാലും. ഒരുപാട് മഞ്ഞൾപ്പൊടി ഇടരുത്, കുറച്ചേ ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ എൻ്റെ ഗ്രേവി ഇങ്ങനെ റെഡിയായി വരുവാണ്. കളർ കണ്ടോ? ഇപ്പോൾ നല്ല അടിപൊളി കളറല്ലേ. അപ്പോൾ ചിക്കൻ കറിയുടെ ഗ്രേവി റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനൊരു ഫുൾ ചിക്കൻ മൊത്തത്തിൽ എടുത്തില്ല, കാരണം ഒരു നേരത്തെ ചിക്കൻ കറി ഉണ്ടാക്കാനായിരുന്നു പ്ലാന്. അപ്പം മൊത്തത്തിലെടുത്തില്ല. എന്നിട്ട് ഇതിങ്ങനെ നമ്മൾ ആ ഗ്രേവിയിലിട്ട് ഈവനായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ഒരുപാട് കൂട്ടി വെക്കരുത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ഗ്രേവിയിൽ ചിക്കൻ ഇട്ടപ്പോൾ ഉള്ള അവസ്ഥ. ഇനി നമുക്ക് കുറച്ച് നേരം ഇത് മൂടി വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചൂട് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കുക. തണുത്ത വെള്ളം ഒരിക്കലും ഉപയോഗിക്കരുത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, അതായത് ഗ്രേവിക്ക് കട്ടി കൂടുതൽ ആവശ്യമാണെങ്കിൽ അധികം വെള്ളം ചേർക്കരുത്. കുറച്ച് ചാറായിട്ട് കിട്ടണമെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഇതിങ്ങനെ മൂടി വയ്ക്കുക. അപ്പോൾ ചിക്കൻ ഇതിനകത്ത് കിടന്നൊന്ന് വെന്ത് ഒരു കുറച്ച് നേരത്തേക്ക് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് മൂടി വയ്ക്കുക. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് കറിയിലേക്ക് ഗരം മസാല ഇടുകയാണ്. ആവശ്യത്തിന് ഗരം മസാല ഇട്ട് കൊടുക്കുക. ചിലർ ചിക്കൻ മസാല ഉപയോഗിക്കും. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഗരം മസാലയാണ്.
അപ്പോൾ കറിക്ക് കുറച്ചുകൂടെ ഫ്ലേവറും ടേസ്റ്റും എല്ലാം കിട്ടും. നല്ല മണവുമായിരിക്കും കറിക്ക്. ഇപ്പോൾ ചിക്കൻ ഒരുമാതിരി വെന്ത് വരുന്നുണ്ട്. ഇത് ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്യാമെന്നുള്ളൊരു ചിക്കൻ കറിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി കുറച്ചുകൂടെ ഗരം മസാല ഇടുകയാണ്. ഒരുപാട് ഇടരുത്, കയ്പ്പായിരിക്കും. വീണ്ടും നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വീണ്ടും കുറച്ച് നേരം കൂടി മൂടി വയ്ക്കുന്നു. പിന്നെ ഏറ്റവും അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടി. ഒരുപാട് ചേർക്കരുത്, എരിവ് ഭയങ്കര കൂടുതലായി പോകും. അതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിരിക്കുകയാണ്. ഇതോടെ ചിക്കൻ കറിയിലിടുന്ന പൊടികളുടെ പരിപാടികളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഇതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി മൂടി വെച്ച് വേവിച്ചാൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ അവസാനത്തെ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.